ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനാസ് വീഡിയോയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരൊറ്റ നേന്ത്രപ്പഴം കൊണ്ട് 6 പേർക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കണ്ടേ? വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു വലിയൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത പഴമാണ്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ബട്ടറോ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ടു മീഡിയത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഴം നന്നായിട്ടൊന്ന് ചൂടായി വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. തീരെ അങ്ങ് ഉടഞ്ഞ് കിട്ടണ്ട, അവിടെ എവിടെയായിട്ട് നമുക്ക് ചവയ്ക്കാൻ കിട്ടണം. ഇത് നമ്മളൊരു ബോക്സ് പോലെ ആക്കിയെടുക്കും കേട്ടോ. ഒരു ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം ബോക്സ് പോലെ ആക്കിയെടുക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ചിരിക തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുവിധം ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഴം നന്നായിട്ട് വെന്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. പഴം കുറച്ച് വെന്ത് ഉടയുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് ഒരു ദോശ പോലെ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിലൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കഴിയുമ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ തന്നെ വെച്ചിരുന്നാൽ പെട്ടെന്ന് ഇതിൻ്റെ അടിഭാഗം ഡ്രൈ ആയി പോവുകയും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു കുഴിവുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചൊന്ന് ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണേ. അതിൽ നിന്ന് അര ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വിസ്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണമേ. എന്നിട്ട് ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 1 കപ്പ് ഞാൻ ഒഴിച്ചു. പിന്നെ ഒരു 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 1/4 ഭാഗവും കൂടി ഒഴിച്ച് കൊടുത്തേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ നമ്മുടെ അപ്പത്തിനൊക്കെ തയ്യാറാക്കി എടുക്കുന്നില്ലേ, അതുപോലെ ഒരു ബാറ്റർ വേണം നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ തിക്നെസ്സിലാണ് ഇരിക്കേണ്ടത് കേട്ടോ. തീരെ അങ്ങ് ലൂസുമല്ല, എന്നാൽ വളരെയധികം കട്ടിയുമല്ല. ഇനി നമുക്ക് ഒരു ദോശത്തവ അടുപ്പത്ത് വയ്ക്കാം. ദോശത്തവ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് വെച്ച് നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ നിന്ന് ഒരു ചെറിയ സ്പൂണാണ് ഇത്. അപ്പോൾ ഒരു 2-2.5 സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കട്ടി കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ മതിയാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയൊരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മീതിയപ്പുറം ഒന്ന് ട്രൈ ആവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ദോശയുടെ മീതേപ്പുറമൊക്കെ ഒന്ന് ട്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ദോശത്തവയിൽ നിന്ന് നമ്മുടെ ദോശ എടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ 30 സെക്കൻഡൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശത്തവയിൽ നിന്ന് ആ ദോശ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ആദ്യം ഓയിൽ ബ്രഷ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാറ്ററിൽ നിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാവൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മാവിൻ്റെ അടിയിൽ കട്ടിയായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് 2 സ്പൂണ് മാവ് കോരി ഒഴിച്ചിട്ട് ആദ്യത്തെ ദോശയ്ക്ക് ചെയ്തതുപോലെ തന്നെ നല്ല കട്ടി കുറച്ച് ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊന്ന് മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ പെട്ടെന്നങ്ങ് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ആദ്യം ചുട്ടത് ഇതുപോലെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ പൊതിഞ്ഞെടുക്കുക കേട്ടോ. ചൂടാറുന്നതിന് മുമ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് വേറെ പശയുടെ ആവശ്യമൊന്നുമില്ല, മൈദാ പശയുടെ ആവശ്യമൊന്നുമില്ല. ചൂടോടുകൂടി തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ഇളകി പോകുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് 2 ഭാഗത്തു നിന്നും മടക്കിയതിന് ശേഷം 2 അറ്റത്തും ഇതുപോലെ അകത്തോട്ട് മടക്കിയെടുക്കുക. ഒരു ബോക്സ് രൂപേണ ആക്കിയെടുക്കുക. അപ്പോൾ രണ്ടാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ അടുത്തതും ഇതുപോലെ റെഡിയായി. ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ മധ്യഭാഗത്ത് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം 2 അറ്റത്തു നിന്നും അകത്തോട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ താഴ്ഭാഗവും മേൽഭാഗവും കൂടി അകത്തോട്ട് മടക്കിയിട്ട് ഒരു ബോക്സ് രൂപേണ ആക്കിയെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ബാറ്റർ വെച്ച് ദോശയെല്ലാം ചുട്ടെടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബോക്സ് രൂപേണ മടക്കിയെടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴത്തിൽ നിന്ന് എനിക്ക് 6 എണ്ണം തയ്യാറാക്കാൻ പറ്റിയേ. അപ്പോൾ ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബാറ്ററി നമുക്ക് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് പാലും കൂടി എടുക്കുക. അപ്പോൾ തിളപ്പിച്ച പാലായിരുന്നാലും പച്ച പാലായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1/4 കപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂണോളം മാറ്റിയിട്ട് ബാക്കിയെല്ലാം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. വിസ്കാണെങ്കിൽ ഇത്തുകൂടി നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഒരു ദോശത്തവ വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് തൂത്തെടുക്കാം. അതിനുശേഷം നമ്മുടെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബോക്സ് പോലുള്ള ഇതിൽ നിന്നും ഓരോന്ന് ഇതിലേക്ക് എടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്യുക. മറിച്ചും തിരിച്ചും ഇട്ട് ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ദോശത്തവയിലേക്ക് വെച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. എണ്ണയൊന്നും ഒട്ടും തന്നെ വേണ്ട, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഒരു പുറം ഞാൻ മറിച്ചിട്ടു. അടുത്ത പുറവും കൂടി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേറൊന്നും കൂടി ഞാൻ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ നമുക്ക് അടുത്തത് ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് സ്പേസ് ഉള്ളതുപോലെ നമുക്ക് 2, 3 ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയില്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 പുറം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ 4 സൈഡും ഇതുപോലെ ഒന്ന് ചരിച്ചൊക്കെ പിടിച്ച് കൊടുക്കുക കേട്ടോ. ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാനാണേ. അപ്പോൾ എല്ലാ വശവും ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. ഒരു വശം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം ഇതുപോലെ ഒന്ന് കുത്തി നിർത്തി കൊടുക്കുക. അപ്പോൾ 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് 2 വശവും നല്ലവണ്ണം മൂപ്പിച്ച് കൊടുത്തിട്ട് സൈഡ് നന്നായിട്ട് ഒന്ന് ചരിച്ച് ഒക്കെ പിടിച്ച് നന്നായിട്ട് 4 വശവും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശത്തവയിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എണ്ണയില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഒരു നേന്ത്രപ്പഴം വെച്ച് ഒരു 6 എണ്ണം തയ്യാറാക്കി എടുത്ത ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ വയറ് നിറയാൻ.
സൂപ്പർ ടേസ്റ്റിയുമാണ്. കൊച്ചുമക്കൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. എണ്ണ ഒട്ടും തന്നെ ആവശ്യമില്ല ഈ സ്നാക്സ് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്, കൊച്ചുമക്കൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.